വെക്കേഷൻ ആകുമ്പോഴേക്ക് രണ്ടുപേരും പണിയെടുപ്പിച്ച് തുടങ്ങിയെന്നാണ് പാറുന്റെ പരാതി. അച്ചുമോൻ ഇവിടെ മുട്ട പൊരിക്കാനാണ്. അത് കഴിഞ്ഞ് അതിന്റെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പാറുമോൾ ഇത് ഇവിടെ വിറകൊക്കെ എടുത്തു വരുന്നുണ്ട്. മുറ്റത്തൊരു കുഞ്ഞടുപ്പ് വേണമെന്നാണ് പറയുന്നത്. പാറു വാ, എന്താ ചെയ്യണേ? എന്റെ ദൈവമേ, വെക്കേഷൻ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് അമ്മേനെ വിറകപ്പ് ഇടിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഞാൻ അവിടെ പാത്രമൊക്കെ കഴുകി വെക്കണോ? അതൊക്കെ ചെയ്യണം. കുട്ടികൾ പണിയെടുക്കണ്ടേ വെക്കേഷന്? വെക്കേഷൻ ആയിട്ട് ഈ ഒരു അവസ്ഥ വരെ ഞാൻ വിചാരിച്ചില്ല. എവിടേക്ക് പോണ കൊണ്ടേക്ക് വേഗം വിറക്. മുട്ട പൊരിച്ച് പാത്രമൊക്കെ കഴുകുമ്പോൾ അവിടെ വൃത്തിയാക്കണമെന്നും കൂടി ഞാൻ അച്ചുമോനോട് പറയട്ടെ. അപ്പം അച്ചുമോൻ അവിടെ വൃത്തിയാക്കിയിട്ട് പാറുമോൾക്ക് പിന്നെ ഒരു കുഞ്ഞടുപ്പ് ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അത് സേഫ് അല്ലാന്ന് അറിയാമെങ്കിലും ഞാൻ അടുത്തുണ്ടാവും കേട്ടോ. പിന്നെ ഒരു വിറകൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. വിറക് കൊണ്ട് ഇങ്ങനെ തീ നീക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുഞ്ഞ് ചട്ടി എടുത്ത് അവൾ വേപ്പിലും വെള്ളമൊക്കെ വെച്ചിട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതിലൊരു കുഞ്ഞ് കറി വെക്കാന്ന്. അങ്ങനെ ആ വെള്ളമൊക്കെ കളഞ്ഞു അങ്ങനെ ചട്ടി ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ സവോള അരിഞ്ഞത് ഇടാൻ പറഞ്ഞു. പാറുമോൾ ഇട്ടപ്പോഴേക്കും പുക വന്ന് ഓടിപ്പോയിട്ട് അങ്ങനെ ഞാൻ ബാക്കി സവോള ഇട്ട് കൊടുത്തു. അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിൽ വാട്ടിയെടുക്കാൻ കേട്ടോ. ചട്ടി കുറച്ച് ചെറുതായി പോയി എങ്കിലും ഒരു കുഞ്ഞു കറിയല്ലേ, നമുക്ക് റെഡിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ സവോളയൊക്കെ വാടുകയാണ് കേട്ടോ. പാറുമോൾ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട് കേട്ടോ. പുക വരിക എന്നാണ് പരാതി. അടുപ്പ് കത്തിച്ചാൽ പിന്നെ പുക വരില്ലേ. അങ്ങനെ ഇടയ്ക്കൊക്കെ വന്ന് സവോള ഇളക്കി നോക്കൂട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ ഇളക്കി. അടുത്തൊരു കല്ലുണ്ട്, അതിലിരുന്നിട്ടാണ് ഇളക്കുക കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞപ്പൊടിയൊക്കെ ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ട് ഇളക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് സവോള വേവാനായിട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് മുട്ട കൊത്തി ഇങ്ങനെ ഒഴിക്കുകയെ. അങ്ങനെ പാറു ഒഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, കാരണം കൈ പൊള്ളെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരു 3 മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. പാറുമോൾ പിന്നെ കുറച്ച് വേപ്പില പൊട്ടിച്ച് കഴുകി അതിലേക്ക് ഇട്ടോട്ടെ. കറിയൊക്കെ പുറത്ത് പോയി തുടങ്ങി, കാരണം ചട്ടി ചെറുതല്ലേ. അങ്ങനെ എന്തായാലും വൈകുന്നേരത്തേക്കുള്ള കറി റെഡിയായി ഗൈസ്. ഞങ്ങളിതേ ചൂടെടുത്ത് ചാവാറായി. അങ്ങനെ ഭയങ്കര ചൂട്. അങ്ങനെ വെള്ളമൊക്കെ പാറുമോൾ എടുത്തുകൊണ്ട് വന്നിട്ടാ അതൊക്കെ കഴിച്ച് അങ്ങനെ എന്തായാലും ഇന്ന് വൈകുന്നേരത്തേക്കുള്ള കറി റെഡിയായി. കുറച്ച് കുരുമുളക് പൊടിയും കൂടി വെതറിയാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതാ കറിയൊക്കെ പകർത്തി ഞാൻ കൊണ്ടുവച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് വയ്യാണ്ടായി ഗൈസ്. മുറ്റത്ത് അടുപ്പിട്ടാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പം ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിൽ തന്നെയാണ് പരിപാടി കേട്ടോ. പക്ഷെ മുറ്റത്തായപ്പോഴുണ്ടല്ലോ ചൂടൊക്കെ കൂടി. അതൊക്കെ കഴിഞ്ഞപ്പോൾ അച്ചുമോനും പാറുമോളും കൂടി ഉണങ്ങിയ തുണികളൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ മടക്കി വെക്കാൻ. അങ്ങനെ അവരതൊക്കെ മടക്കി വെച്ച സമയത്ത് ഞാൻ ഇവിടെ ദോശപ്പൊടി, ഇത് ദോശയും ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊടിയാണ് കേട്ടോ. ആ പൊടി ഇത്തിരി ഉപ്പും വെള്ളവും ചേർത്ത് മിക്സിയിൽ അടിച്ച് വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് നല്ല അടിപൊളി മാവായിട്ട് കിട്ടും. അങ്ങനെ ആ പൊടിയൊക്കെ കലക്കി ഞാൻ പിറ്റേ ദിവസം മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ച് വെക്കാനായിട്ട്. ആ സമയം കൊണ്ട് അവർ 2 പേരും കൂടി തുണികളൊക്കെ മടക്കി ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ അമ്മമാർ ഇതുപോലെ കുഞ്ഞു പണികളൊക്കെ ചെയ്ത് എല്ലാവരും സഹായിക്കണേ.